നമുക്ക് തുടങ്ങിയല്ലോ. Good morning to everyone. And my name is Rashida Samdani. I am the coordinator of today. I am from Trivandrum. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രയറിനായിട്ട് ബിൻഷയെ ഇൻവൈറ്റ് ചെയ്യുന്നു. Good morning, ma'am. Good morning, friends. I am Binsha from Alapi. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാമയ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. താങ്ക് യു ബിൻഷ, വെരി ബ്യൂട്ടിഫുൾ പ്രയർ. നെക്സ്റ്റ് സൈൻ ചെയ്യാനായിട്ട് രേഷ്മയെ ക്ഷണിക്കുന്നു. Good morning, Miss. Good morning, friends. I warmly welcome Aparna Miss to this class and my friends to this class. Thank you. Thank you, Reshma. Let's begin our day with a short thought that inspire positivity and focus. Thought of the day ക്ക് വേണ്ടി രേവതി ഇൻവൈറ്റ് ചെയ്യുന്നു. Good morning. Education is the most powerful weapon which you can use to change the world. വിദ്യാഭ്യാസമാണ് ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധം. നെൽസൺ മണ്ടേല. താങ്ക് യു രേവതി. നമുക്ക് ക്ലാസ് തുടങ്ങാം. Good morning, all. Good morning, Miss. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning, all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെമിനാർ ആയിരുന്നു അല്ലേ കണ്ടക്ട് ചെയ്തത്, ഓർമ്മയുണ്ടോ? അതെ മാം, അതെ. അത് കഴിഞ്ഞിട്ട് നമ്മള് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആദ്യത്തെ ഒരു പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫ്. നമുക്ക് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്ന ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും മ്യൂട്ട് ആവാത്ത. നമുക്ക് ആൽഫബറ്റ്സ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. ഇന്ന് ആൽഫബറ്റ്സ് സബ്മിറ്റ് ചെയ്യണം അല്ലേ? കഴിഞ്ഞ ആഴ്ചയായിരുന്നു ചെയ്യേണ്ടത്. നമ്മൾ സെമിനാർ നടത്തിയപ്പം താമസിച്ചു പോയായിരുന്നു. ഈ ആഴ്ച ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ ആൽഫബറ്റ്സ് സൺഡേക്ക് ആൽഫബറ്റ്സ് പ്രിപ്പയർ ചെയ്ത കുട്ടികൾ എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം, പേര് മെസ്സേജ് അയക്കാം. ഞാൻ ആ ഓർഡറിൽ നിങ്ങൾ പിൻ ചെയ്യാം. ഓക്കെ ഓക്കെ മെസ്സേജ് അയച്ചോട്ടെ പേര്. മാം ഞാനേ ഹലോ മാം, ഹലോ മാം, ഗുഡ് മോർണിംഗ്. എന്റെ പേര് ജുബൈരിയ. അതിന്റെ മാം ഞങ്ങൾക്ക് ആ ഡേ വന്നതുകൊണ്ടേ ഞങ്ങൾക്ക് ഉണ്ടൊന്നുമില്ല, വീട്ടിലിരിക്കണേനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പൊ എന്ത് വേണം മാം? കുഴപ്പമില്ലാടാ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സബ്മിറ്റ് ചെയ്താൽ മതി മാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്താലും മതി കേട്ടോ. ബിൻഷയാണ് കേട്ടോ. ബിൻഷ. ഓക്കെ. യെസ് മാം. ഓക്കെ. ഞാൻ പേര് വിളിക്കുന്നവര് മ്യൂട്ട് ഓൺ ആക്കണം, എന്നാലും എനിക്ക് പിൻ ചെയ്യാൻ പറ്റുള്ളേ. ബിൻഷ പ്രസന്റ് ചെയ്തോളാം. മാം 2 മിനിറ്റ്, ഞാൻ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചോട്ടെ. മിസ് ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമാണോ കാണിക്കേണ്ടത്? ആ ആ. മാം ഞാനിത് കറക്റ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരാള് കാണിച്ചു, കുഴപ്പമില്ല. ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഞാൻ. കാണിക്കട്ടെ. ഓക്കെ അനീഷ. ഓക്കെ പ്രസന്റ് ചെയ്തോടാ. ക്യാമറ ഓൺ ചെയ്തിട്ട് ബാക്ക് ക്യാമറയിൽ കാണിച്ചോട്ടോ. ബാക്ക് ക്യാമറ മുകളിലായിട്ട് 2 ആരോ മാർക്ക് പോലെ ഇല്ലേ, ഏറ്റവും ടോപ്പില്. ഹലോ ആണോ? ചെയ്തു കാണിച്ചേരട്ടെ. ആടാ ബാക്ക് ക്യാമറ ആണല്ലേ ചെയ്തത്, നന്നായിട്ടുണ്ട്. AEIO U കറക്റ്റ്, നന്നായിട്ടുണ്ട് കേട്ടോ അനീഷ. ഓക്കേടാ, സാൻഡ് പേപ്പറിൽ തന്നെ ചെയ്ത് നന്നായിട്ടാ. ഓക്കെ നൂർ. എടാ നൂർ പ്രസന്റ് ചെയ്തോട്ടോ. ബാക്ക് ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ടോപ്പിലായിട്ട് കാണാൻ പറ്റും കേട്ടോ. നൂർ ക്യാമറ ഓൺ ചെയ്താലേ കാണാൻ പറ്റും. കണ്ടു. ഞാൻ ക്യാമറ കണ്ടില്ലായിരുന്നു. സാൻഡ് പേപ്പറിൽ തന്നെയാണല്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ. സാൻഡ് പേപ്പർ തന്നെയാണ് മാം. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആരാണ്? ആടെ കണ്ടു, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ബിൻഷ റെഡിയായി മാം. അറേഞ്ച് ചെയ്തോ? ചെയ്തു. ഒരു മിനിറ്റ്. നൂറ് കഴിഞ്ഞിട്ട് ഹിസ്റ്ററി ബാക്കില് ബാക്ക് ക്യാമറ കേട്ടോ. മുകളിലായിട്ട് ടോപ്പിലായിട്ട് 2 ആരോ മാർക്ക് ഉണ്ട്. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ 2 ആരോ മാർക്ക് പോലെ വന്നിട്ട് മുകളിലായിട്ട് ടോപ്പിലായിട്ട് സ്പീക്കർ ഒക്കെ ഇല്ലേ, സ്പീക്കറിന്റെ ഒക്കെ സിമ്പിൾ ഉള്ളത് ഏറ്റവും ടോപ്പില്. ശരിയാവുന്നില്ല മാം, നോക്കട്ടെ. എടാ മുകളില് ഏറ്റവും നമ്മുടെ ഫോണിന്റെ ഒക്കെ ടോപ്പിലായിട്ട് വരും. ടോപ്പിലായിട്ട് ഇല്ല, മുകളിലാടാ മോൻ. മൈക്കിന്റെ ഒക്കെ തൊട്ട്, മൈക്ക് ഒരു സ്പീക്കർ പോലൊരു സിമ്പിൾ ഉണ്ട്, അതിന് തൊട്ടിപ്പുറത്തായിട്ട്. വർക്ക് ആവുന്നില്ല മാം. ഓക്കേടാ, ഒരു കോഡൊക്കെ വന്നിട്ടില്ലേ? ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. സാൻഡ് പേപ്പറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാണാവോ മാം? അത് കണ്ടു കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ. അടുത്തത് നിസിയ. നിൻഷ നന്നായിട്ടുണ്ട് കേട്ടോ. നിസിയ മോൻ പേര്? നസിയ മോൾ. ഓക്കേടാ, സാൻഡ് പേപ്പർ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ കട്ട് ചെയ്തേ? അത് പ്രിന്റ് എടുത്തു മാം. പ്രിന്റ് എടുത്തിട്ട് അതിൽ സാൻഡ് പേപ്പറിന്റെ ബാക്കിൽ ഒട്ടിച്ച് കട്ട് ചെയ്തു. അപ്പൊ കുറച്ചുകൂടെ വൃത്തിയായി. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. നല്ല സുന്ദർ. രേവതി
സാൻഡ് പേപ്പർ അല്ലേ അത്? ഗ്ലിറ്റർ പേപ്പർ ആണോ? സാൻഡ് പേപ്പർ അല്ല ഞാൻ ഉപയോഗിച്ചത്, ഗിഫ്റ്റിന്റെ ഒരു പേപ്പർ ഇല്ലേ, സാൻഡ് പേപ്പർ പോലെ തന്നെ. പക്ഷേ ഇല്ലടാ, ഈ ഗ്ലിറ്റർ പേപ്പറേ കൈക്കാവുമ്പോ കുട്ടികളാണല്ലോ അത് ചെയ്യുന്നത്. അവരുടെ വായിലേക്ക് സാൻഡ് പേപ്പർ ചാൻസ് കടയിൽ പോയിട്ട് കിട്ടിയില്ല എനിക്ക്. ആണോ? ആ. മറ്റേ ഏതെങ്കിലൊക്കെ ഏതിനാണ് വാങ്ങിച്ചത്? ഹാർഡ് ആൻഡ് സോപ്പിൽ കിട്ടും. എവിടെ? ഹാർഡ് ആൻഡ് പെയിന്റ് ഒക്കെ സോപ്പിൽ കിട്ടും. മേടിക്കുന്ന കടയിൽ ഹാർഡ് ഓക്കെ. ബാക്കിയുള്ളത് ചെയ്യുമ്പോ സാൻഡ് പേപ്പർ ചെയ്യണം കേട്ടോ. ആ ആ മാക്സിമം സാൻഡ് പേപ്പറിൽ തന്നെ ചെയ്യാൻ നോക്കാട്ടെ. കാരണം ഈ ഗ്ലിറ്റർ പേപ്പർ ആവുമ്പോൾ കുട്ടികളൊക്കെ ടച്ച് ചെയ്താണ് നോക്കുന്നത്. ആ. കഴിയുമ്പോൾ എന്തായാലും ആ ഗ്ലിറ്റ് വന്നിട്ടുണ്ടാവും. സോ അവരുടെ വായിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ാണ് അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. ശില്പ ശില്പ തസ്ലിമ തസ്ലിമ ജെമിനി ജിമിനി. പേര് വായിക്കുന്നതിൽ ഓർഡറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഞാൻ വിളിച്ചാറില്ലേ ഇവിടെ? ഓക്കേടാ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാണാടെ നന്നായിട്ടുണ്ട് കേട്ടോ. ശില്പടേയും കാണാവേ. ഹലോ ആ ശില്പ പ്രസന്റ് ചെയ്തോ കേട്ടോ. ആ മാം കാണുന്നില്ലേ? ക്യാമറ ഓൺ ചെയ്തായിരുന്നു. ഓക്കേടാ, നീ ചെറുതായി പോയി, കുഴപ്പമില്ല. ബാക്കിയൊക്കെ നല്ല ഭംഗിയുണ്ട്. ചെറിയൊക്കെ ചെറുതായി പോയല്ലേ? ആ കുറച്ച്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി താങ്ക് യു. തസ്ലിമ. ഹലോ മാം. ആടാ. ബാക്ക് ക്യാമറ ടോപ്പിലായിട്ട് 2 ആരോ മാർക്ക് ഇടാം. എല്ലാവരും ബാക്ക് ക്യാമറ ഒന്ന് ഓൺ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. നമ്മളിങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ പ്രസന്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ബാക്ക് ക്യാമറ നിങ്ങൾ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. വരുന്നില്ലല്ലോ. ടോപ്പിലായിട്ടിടാം. മറ്റേ മൈക്ക് ഉണ്ടോ? ആ മൈക്ക് ഉണ്ട്. കോഡ് വല്ലതും കാണുന്നുണ്ടോ? നമ്മുടെ ക്ലാസ് റൂമിന്റെ കോഡ് അതിന് തൊട്ടിപ്പുറത്തായിട്ട്. ഓക്കെ, നോക്കട്ടാ തസ്ലിമ. ഓക്കെ നോക്കട്ടെ. രഞ്ജിനി, രഞ്ജിനിയാണോ? ഓക്കെ, പ്രസന്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, സാൻഡ് പേപ്പർ തന്നെയാണോ? അല്ല മാം, അത് എനിക്ക് കിട്ടില്ല. സോറി മാം, അടുത്തത് ചെയ്യാം. ഓക്കെ, സാൻഡ് പേപ്പർ അല്ല അല്ലേ? പക്ഷെ തോന്നുന്നുണ്ട് സാൻഡ് പേപ്പർ ആണ്. തൻസില. ഓക്കേടാ, കാണാട്ടാ. ഓക്കെ മാം. ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കേടാ, നന്നായിട്ടുണ്ട്. പ്രിന്റ് എടുത്താണോ കട്ട് ചെയ്തത്? അല്ല, വരച്ചതാണ്. വരച്ചിട്ട് കട്ട് ചെയ്തോ? ആ, വരച്ച് കട്ട് ചെയ്ത് സാൻഡ് പേപ്പർ മേലെ ഒട്ടിച്ചിട്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. രഞ്ജിനി നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ഷെറീന, ഷെറീന 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 മിസ്, ഞാനും ഗ്ലിറ്റർ പേപ്പറിൽ ചെയ്തിട്ടുള്ളത്. പ്രസന്റ് ചെയ്തോടാ. അടുത്തത് സാൻഡ് പേപ്പർ ചെയ്യോ? ഇത് വീഡിയോ ആക്കിയിട്ട് മുകളിലായിട്ട് ഏറ്റവും മുകളിലായിട്ടൊക്കെ 2 രോമാർക്ക് പോലെ അത് വന്നിട്ടുണ്ട്.
ഷെമീന. ഷെമീന. ശരിയാവുന്നില്ല. ഒരു മിനിറ്റ്, ബാക്ക് ക്യാമറ ആവുന്നില്ല മാം. ഓക്കെ, ബിസിനസ് പേപ്പർ ആണ് അടുത്തത്. അടുത്ത സാൻഡ് പേപ്പർ ചെയ്യണോ കേട്ടോ? അല്ല, ഇത് സാൻഡ് പേപ്പർ ആ റെഡ് കളർ സാൻഡ് പേപ്പർ ഇത് തൂങ്ങി. അത് ബ്ലാക്ക് കിട്ടുന്നില്ല. ഇതെനിക്ക് ബാക്ക് ഓക്കെ, ക്യാമറ. കുഴപ്പമില്ല. നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് വിളിച്ചേ ഷെറീന. ബാക്ക് ക്യാമറ ഓൺ ആവണില്ല. ഫോണൊന്ന് റൊട്ടേറ്റ് ചെയ്തൊന്ന് കാണിച്ചാലും മതി. എല്ലാം ഉണ്ട്, എല്ലാ കളറുണ്ട്. നെക്സ്റ്റ് സാൻഡ് പേപ്പർ ചെയ്യണോ കേട്ടോ? ഓക്കെ ഓക്കെ. ഓക്കെ, എന്താ പേര്? ജദീദ. ഓക്കെ. എടാ, ക്യാമറ ഓൺ ചെയ്താലേ അത് വരുള്ളൂ. ഇപ്പൊ വന്നിട്ടുണ്ടാവും 2 മാർക്ക്. ക്യാമറ ഓൺ ചെയ്യുമ്പോ 2 മാർക്ക് വരും മുകളിലായിട്ട്. ക്യാമറ ഓൺ ചെയ്താലേ വരുള്ളൂ. ഓക്കെ, ഇപ്പൊ ബാക്ക് ക്യാമറ കാണാൻ പറ്റി. ഇപ്പൊ കണ്ടു. സാൻഡ് പേപ്പർ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട്. സാൻഡ് പേപ്പർ തന്നെയല്ലേ? സാൻഡ് പേപ്പർ ആണ്. ഓക്കെ, എടാ നന്നായിട്ടുണ്ട് കേട്ടോ. അനു. ഹലോ മിസ്. ആടാ, അനു കാണാട്ടോ. എടാ നന്നായിട്ടുണ്ട്. ഓക്കെ, സാൻഡ് പേപ്പർ തന്നെയല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. അതെ അതെ. ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് തോന്നുന്നു. എന്തിനും അത് ഓക്കെ, കുഴപ്പമില്ല. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. നെക്സ്റ്റ് ഡേ കാണിച്ചാൽ മതി കേട്ടോ ശിവരഞ്ജനെ. സംഗീത. പ്രസന്റ് ചെയ്തോടാ. സംഗീതയ്ക്ക് കുറച്ച് മുകളിലായിട്ടിടാ. മുകളിലായിട്ട് ടോപ്പിലായിട്ട് 2 മാർക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഫോൺ ചേച്ചി കാണിച്ചാലും മതി. ഓക്കെ, കാണാട്ടാ. സാൻഡ് പേപ്പർ അല്ലേ? അതെ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. കവിത അല്ല, ഗസ്റ്റ് ആരാണ്? സനില മാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കവിത. ബാക്ക് ക്യാമറയുടെ മുകളിൽ നമ്മുടെ ക്യാമറ കാണാൻ പറ്റും. വർക്കാവണില്ലത്. കവിത മുകളിലായിട്ട്. ഓക്കെ, ഇത് സാൻഡ് പേപ്പർ അല്ലേ? സാൻഡ് പേപ്പർ ആണ്. സൽമ. യെസ് മാം. കാണാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ടുണ്ട് കേട്ടോ. ഗ്ലാഡിസ്. യെസ് മാം.
സാൻഡ് പേപ്പർ അല്ലേ? അതെ മാം. അതായിട്ടുണ്ട് കേട്ടോ. വിദ്യ വിദ്യ ഇന്ത്യ. ബിന്ദിയ. ഓക്കെ. ഇത് ലിസ്റ്റഡ് പേപ്പർ ആണോ? ഇതെന്ത് പേപ്പറാ? ലിസ്റ്റഡ് പേപ്പറാ? ബിന്ദിയ ലിസ്റ്റഡ് പേപ്പർ ആണോടാ? ന്യൂട്ടൺ മോൻ. അതെ അതെ. അടുത്തത് സാൻഡ് പേപ്പർ ചെയ്യണോ കേട്ടാ? മിസ് ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ആണോ? ഓക്കെ, കുഴപ്പമില്ല. ഒരെങ്കിലും സാൻഡ് പേപ്പർ ചെയ്യാൻ പറ്റുമോ നോക്കണം കേട്ടോ, ടൈം പോലെ ചെയ്യാം. കാരണം അത് നോക്കും. ടീന? Yes, ma'am. ഓക്കെ ടീന, ഇപ്പൊ കാണിക്കാട്ടെ മാം. One second. ഓക്കേടാ. കാണാമോ മാം? കാണാം, നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. ബാക്കിയുള്ളത് എന്നത്തേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? നമ്മളിനി സാൻഡ് പേപ്പർ, ആൽഫബറ്റ്, സ്മോൾ ലെറ്റർ ഉണ്ട്, നമ്പേഴ്സ് ഞാൻ കാണിച്ചു നമുക്ക്. സാൻഡ് പേപ്പർ നമ്പേഴ്സ് അടുത്ത ക്ലാസ്സിൽ തരാൻ പറ്റും മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കുമോ? ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ ജനുവരി 2 രണ്ടിന് നമ്പേഴ്സ്. ഹലോ പറഞ്ഞോടാ. ഞാനും മറ്റേ ക്യാപിറ്റൽ ലെറ്റർ ചെയ്തായിരുന്നേ. ആണോ? ശരത് മോന്റെ പേരയച്ചിട്ടുണ്ടായിരുന്നില്ല? ക്ലാസ്സിൽ കാണിച്ചിട്ടില്ലേ? കാണിച്ചു കേട്ടോ. അപ്പൊ മോന്റെ പേരെന്താണ്? ജ്ഞാനമണി. ജ്ഞാനമണി. ഹായ്. ബാക്ക് ക്യാമറ അറിയോ ഓപ്പൺ ചെയ്യാൻ? എടെ മുകളിലായിട്ട് എനിക്ക് തോന്നുന്നു ഹാങ് ആയി തോന്നുന്നുണ്ട്. ഞാനുണ്ട്. പ്രസന്റ് ചെയ്തോളോ. ചാർട്ടിലാണോ ചെയ്തേ? ചാർട്ടില്ല. ഞങ്ങൾ കാർഡായിട്ടാ ചെയ്യേണ്ടിയിരുന്നതാ. അത് വെട്ടിയതിയോ? ഇനി വെട്ടിക്കഴിഞ്ഞാല് അത്രയും ഇത് കിട്ടുമോ? കുഴപ്പമില്ല, സ്ക്വയർ ആയിട്ട് വെട്ടിക്കോളാം. ഓക്കേടാ. സ്മോൾ ലെറ്റർ ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, നമ്പേഴ്സ് ചെയ്തു. ഓക്കേടാ. പ്രിന്റ് എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കോ സ്മോൾ ലെറ്റേഴ്സ്? ഓക്കേടാ. മിസ്സേ, നമ്മ ഗിൽറ്റ് പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതുമ്മ സാൻഡ് പേപ്പർ വാങ്ങിച്ചിട്ട് വെട്ടി അതേപോലെ ഒട്ടിച്ചാ പോരെ? അതായാലും മതി. കാരണം ടിഷ്യൂ പേപ്പറിന് മാർക്ക് കുട്ടികൾക്ക് അത്ര കംഫർട്ടബിൾ അല്ലല്ലോ. അത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ഓക്കേടാ. അപ്പൊ അത് നിങ്ങൾ ടിഷ്യൂ പേപ്പർ മാക്സിമം യൂസ് ചെയ്യണ്ട, സാൻഡ് പേപ്പർ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ 2 ആക്ടിവിറ്റി കൊണ്ട് തരാം, ക്രിസ്മസ് കഴിഞ്ഞ് വരുമ്പോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഓർമ്മിപ്പിക്കണം കേട്ടോ, അങ്ങനെ ആക്ടിവിറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ മിസ്സേ, എന്റെ പേര് സൗമ്യ. സൗമ്യ വിളിച്ചിട്ടുണ്ടായിരുന്നാടാ? വിളിച്ചിട്ടില്ലായിരുന്നു. കാണിച്ചോട്ടെ? എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ അറിയില്ല. ഇല്ല, കുഴപ്പമില്ല. മുകളിലായിട്ട് ഇപ്പൊ ക്യാമറ ഓൺ ചെയ്തിട്ട് 2 ആരോ മാർക്ക് വന്നിട്ടുണ്ടാവും.
ആരോ മാർക്ക് ഇവിടെ കാണുന്നില്ല മിസ്സേ. മൈക്ക് കാണുന്നുണ്ടോ? സ്പീക്കർ പോലൊരു സംഭവം? കാണുന്നുണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് വേറെ എന്തെങ്കിലും ചിഹ്നം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കേടാ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മിസ്. ശരി. ഇനി നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഏതൊരു സ്ഥാപനത്തിലും ഏതൊരു സ്കൂളിലാവട്ടെ എവിടെ ആവട്ടെ ആക്സിഡന്റ് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, സംഭവിക്കാം. സോ നമ്മള് പറയും ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് 2 hours നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് കൊടുക്കണം? ടെമ്പററി ആയിട്ടാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ? ആക്സിഡന്റ് സംഭവിച്ച ഫസ്റ്റ് അവേഴ്സിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ആ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സോ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ആർക്ക് കൊടുക്കേണ്ടത്? നമ്മളുടെ പേഷ്യന്റ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് എത്തുന്നതിന് മുമ്പ് നമ്മൾ ആ ഇൻജേർഡ് പേഴ്സണ് കൊടുക്കുന്ന ടെമ്പററി ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ഒരിക്കലും ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല, എന്നാലും ആ പേഷ്യന്റിന് എന്താ പറയുക, ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് അവൈലബിൾ ആകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ആശ്വാസത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ട്രീറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് അവേഴ്സ് ആക്സിഡന്റ് സംഭവിച്ച് ആദ്യ മണിക്കൂറിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. ആ ട്രീറ്റ്മെന്റ് ആണ് രോഗി ജീവിതത്തിലേക്ക് വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ സപ്പോസ് ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കുക, അറ്റാക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അറ്റാക്ക് വന്നു, അദ്ദേഹം ബോധക്ഷയം അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയി, ബ്രീത്ത് ചെയ്യുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് എന്താണെന്ന് അറിയാമോ? CPR. ഓക്കെ, CPR ആണ് കൊടുക്കുന്നത്, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അല്ല, ഇനിയിപ്പോ ഒരു വ്യക്തി നമ്മളെ ഷോക്ക് അടിച്ചു, ഇലക്ട്രിക് ഷോക്ക് ഏറ്റു, ആ ഒരു വ്യക്തി പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി, പൾസ് ഉണ്ട് പക്ഷെ ബ്രീത്ത് ചെയ്യുന്നില്ല. ആ സമയത്ത് എങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ കൊടുക്കുക? കൃത്രിമ ശ്വാസം കൊടുക്കും, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന ഈ ടെമ്പററി ട്രീറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അത് ഓരോ അസുഖങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ആക്സിഡൻസിനും അല്ലെങ്കിൽ ഓരോ ഇൻസിഡൻസിനും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും ഒരാൾ വായിക്കോ? വായിക്കട്ടെ മാം. വായിച്ചോടാ. First aid. It is naturally to have accidents in schools. It is required that before actual medical aid can be pursued, something has to be done to be injured. This kind of treatment is called first aid. First aid is not a proper treatment. It is relief given to the patient before proper treatment by a doctor is made available. First aid is defined as a treatment that is given on the spot before the actual medical aid is reached. ഓക്കേടാ, ക്ലിയർ ആണോ എല്ലാവർക്കും അത്? ഇനി ഫസ്റ്റ് എയ്ഡ് യൂണിറ്റുകൾ സ്കൂളുകളിൽ ഉണ്ടാവും അല്ലെ? ഫസ്റ്റ് എയ്ഡ് യൂണിറ്റുകൾ സ്കൂളിൽ ഉണ്ടാവും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്കൂളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ? ഫസ്റ്റ് എയ്ഡിന്റെ കിറ്റുകൾ വേണം. ഇനി ചില സ്കൂളുകളിൽ ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസിന് മേലെ വന്നു കഴിഞ്ഞാല് നേഴ്സിംഗ് അസിസ്റ്റന്റ് വേണമെന്ന് പറയാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ച സ്കൂളില് എനിക്ക് തോന്നുന്നു 1000 എബോവ് ആണ് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടാവും. അതേപോലെ ഹെൽത്തിൽ നിന്ന് സിസ്റ്ററും അതേപോലെ തന്നെ ഇത് വരാറുണ്ട്. ബുധനാഴ്ചകളിൽ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് വിസിറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ആ ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്യും. അതേപോലെ വാക്സിൻസും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ക്രോസ് ചെക്ക് ഒക്കെ ചെയ്യും. നമ്മൾ ഏതൊക്കെ വാക്സിൻസ് ആണ് മിസ് ആയിരിക്കുന്നത്, നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ റെക്കോർഡ് ചെയ്യും. മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ക്യാമ്പുകൾ പോലെയൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ട് അതൊക്കെ ചെറുപ്പത്തിൽ, നമ്മളുടെയൊക്കെ ചെറുപ്പത്തില്? ഇപ്പൊ നമ്മളുടെ കുട്ടികൾക്കും അങ്ങനെ ക്യാമ്പുകളില്ലേ? ഉണ്ട് മാം, ഇഞ്ചക്ഷൻ ഉണ്ട്, ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട് വേറെ. ഓക്കെ, അപ്പോ എല്ലാ സ്കൂളും
adequate number of first aid kit മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ സർവീസും അവൈലബിൾ ആക്കണം. ഇനി ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റ് കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആരൊക്കെ വീട്ടിലുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ്? ഓക്കെ, തമ്പായിക്കണവരൊക്കെ വീട്ടിൽ വേണം കേട്ടോ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഞാനിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തന്നെ. ഓക്കെ, അല്ല എല്ലാവരുടെ വീട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു മെറ്റീരിയൽ ആണ് ഏത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ പൊള്ളലേക്കാം, കയ്യിൽ പൊള്ളലേക്കാം, അല്ലെങ്കിൽ ചെറിയ മുറിവായിരിക്കും. എന്തായാലും നമുക്കതൊന്ന് ബാൻഡേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും എന്ത് വേണം? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം. എന്റെ വീട്ടിലുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. വീട്ടിൽ എപ്പോഴും നടക്കുന്ന പൊള്ളലാണ്, ബേൺസ് ആണ് എപ്പോഴും വരുന്നത്. അപ്പൊ കിച്ചണിലാണ് മെയിൻ ആയിട്ട് ബേൺസ് സംഭവിക്കുന്നത് അല്ലെ? അടുക്കളയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പൊള്ളലായിരിക്കും അല്ലെ? കയ്യുമേക്കാം, ചിലപ്പോൾ നമുക്ക് കൈയൊക്കെ ഫുൾ ചുറ്റും പൊള്ളലുണ്ടാവും അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മള് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ്. ഈ പൊള്ളലൊക്കെ ഏറ്റ ഭാഗത്ത് പറ്റുന്ന ഒരു ഓയിൽമെന്റ് ആണ് ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ്. അത് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. കാരണം ഒരു പ്രാവശ്യം ഇതേപോലെ ഹസ്ബൻഡിന് കയ്യുമ്പോ നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയാ, വണ്ടിയിൽ നിന്നാണ് പൊള്ളലേറ്റത്. അപ്പൊ ആ സമയത്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഓയിൽമെന്റ് ആണ് അത്. ഞാൻ ഓരോ വർഷവും എക്സ്പയറി നോക്കിയിട്ട് അത് മാറ്റും. അത് ഓപ്പൺ ചെയ്തിട്ട് ഇത്ര നാൾ യൂസ് ചെയ്യും. അത് കഴിയുമ്പോൾ എക്സ്പയറി കഴിയുമ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് വേറെ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ആഡ് ചെയ്യും. അപ്പൊ എല്ലാവരുടെ വീട്ടിലും എന്ത് വേണം? ഫസ്റ്റ് എയ്ഡ് ബോക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നല്ല ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ വീട്ടിലായാലും ചെറിയ ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് സ്വയമേ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ മുറിവ്, ചെറിയ പൊള്ളലും കാര്യങ്ങളുടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബാൻഡേജ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. കോട്ടൺ വൂൾ എന്താണെന്നറിയാമോ? പഞ്ഞി. ടേപ്പോ? ഉദ്ദേശിക്കുന്ന മുറിയിൽ ഒട്ടിക്കുന്ന ടേപ്പ്. മുറിവിന് ഒട്ടിക്കുന്ന ടേപ്പ് കണ്ടിട്ടില്ലേ? ഈ ബ്രഷ് എന്ന് ഉദ്ദേശിക്കുന്നതേ ഭയങ്കരമായിട്ട് പൊട്ടിക്ക് കഴിക്കണമെങ്കിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ് ചെയ്യുമ്പോ അത് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ബ്രഷ്, ഒരു ടൈപ്പ് ഓഫ് ബ്രഷ് ആണ് അവിടെ വരുന്നത്. ഈ റോളർ ബാൻഡേജ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കയ്യുമേക്കോ? ഓക്കെ, കാണിച്ചു തരാം. നമ്മൾ കാണാത്തതിന്റെ ജസ്റ്റ് ഞാൻ റോളർ ബാൻഡേജിന്റെ ഇതാണ് സംഭവം. കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ റോളർ ബാൻഡേജ്. പിന്നെ എന്താണ് സേഫ്റ്റി പിൻ അറിയാലോ? എന്തെങ്കിലും സംഭവങ്ങൾ ഇങ്ങനെ കൂർത്ത മുനയുള്ളതോ അല്ലെങ്കിൽ ചില്ല് കഷ്ണമൊക്കെ നമ്മുടെ കാലിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് സേഫ്റ്റി പിൻ യൂസ് ചെയ്യാം. ആരൊക്കെ കയറൂല്ലേ മരത്തിന്റെയൊക്കെ ചെറിയ ആരും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ നല്ല രീതിയിൽ നല്ല സേഫ്റ്റി പിൻ, തുരുമ്പൊന്നുമില്ലാത്ത നല്ല സേഫ്റ്റി പിൻ യൂസ് ചെയ്യാം. ട്രയാങ്കുലർ ബാൻഡേജ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് പറയണതേ നമ്മള് കൈയൊക്കെ ചതവൊക്കെ വന്ന സമയത്ത് നമ്മള് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബാൻഡേജ് ആണ്. താഴത്തേക്ക് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബാൻഡേജ് ആണ് ഇത് ട്രയാങ്കുലർ ബാൻഡേജ്. കാരണം ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയെങ്കിലും ആ കയ്യെ ബാൻഡേജ് ഇടുന്നതിന് മുമ്പായിട്ട് അതൊന്ന് കുറച്ചു നേരം നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ട്രയാങ്കുലർ ബാൻഡേജ്. നീഡിൽ അറിയാലോ? സൂചി. പിന്നെ സിസ്റ്റർ അറിയാലോ? ഓക്കെ, ഒലിവ് ഓയില് പൊള്ളലേറ്റ ഭാഗത്ത് പറ്റുന്നത് നല്ലതാണ്. പൊള്ളലേറ്റ ആ ഒരു ഇത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കേട്ടിട്ടുണ്ടോ അത്? പിന്നെ ടീസർ എന്ന് പറയുന്നത് നമ്മുടെ സ്പ്ലിന്റർ പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മളിങ്ങനെ കൂർത്ത അങ്ങനെ സംഭവങ്ങൾ ഉള്ളിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നോക്കട്ടെ, നിങ്ങൾ കണ്ടോ? ഇത് ഇമേജ് കാണുന്നുണ്ടോ? മനസ്സിലായോ? ഇത് ഈ പ്ലക്കർ പോലെ. പ്ലക്കർ പോലെ തന്നെ എന്നുവെച്ചാല് നമുക്കിങ്ങനെ എന്തെങ്കിലും ഡിഫറെന്റ് ഷേപ്സിൽ വരുന്നുണ്ട്. കാരണം എങ്ങനെയാണ് അത് ഉള്ളിൽ ഇരിക്കുന്നത് പറയാൻ പറ്റില്ല. സോ അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് ബ്രോണിക്ലിന്റെ ബാൻഡേജ് ആണ്. വൺ ടൈപ്പ് ഓഫ് ബാൻഡേജ് ആണ്
ഡ്രോണിക്ലിന്റെ ബാൻഡേജ് എന്ന് പറയും. അതെ, ഡ്രോണിക്ലിന്റെ ബാൻഡേജില് മുറിവുപൊടിയും കൂടി ഉണ്ടാവും. ചില പൊടി മരുന്നും കൂടി ഉണ്ടാവും ആ ഒരു ബാൻഡേജില്. മരുന്നും ആയിരിക്കും അതിലുണ്ടാകുന്നത്. മരുന്നും കൂടി കൂടിയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ബാൻഡേജ് ആണത്. പിന്നെ സ്പ്ലിൻഡർ എന്ന് പറയുന്നതും ആ ഫിക്സ്ഡ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് സ്പ്ലിൻഡർ. വേറെ എന്തോ വന്നിരിക്കുന്നത് കേട്ടോ. സ്പ്ലിറ്റർ എന്നുള്ളതാണ്. അങ്ങനത്തെ ഞാൻ അടിച്ചതിന്റെ പ്രശ്നം. ഓക്കെ, സ്പ്ലിറ്റർ എന്ന് പറയുന്നതും വേറെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. ആ ഒരു ടീച്ചർ പോലെ തന്നെ യൂസ് ചെയ്യുന്നത്. ഒടിവൊക്കെ പറ്റുമ്പോ അത് വേറെ വളവൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതല്ലേ? അതെ, ചില നമ്മളിപ്പോ ഒരു സ്റ്റീല് പോലെയൊക്കെ തന്നെ നമുക്ക് തോന്നും. കുട്ടികളിലൊക്കെ ക്യാനിൽ ഇടുമ്പോഴത്തേക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അടിയിലൊരു ഇതുപോലെ വെക്കുന്നത്. യൂസ് ചെയ്യുന്നത് സോൾട്ട് അറിയാലോ, ഉപ്പാണ്. ചിലപ്പോ ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് തലകറങ്ങി വീഴുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ ലോ ആവുമ്പോഴൊക്കെ നമ്മൾ സോൾട്ട് യൂസ് ചെയ്യും. കാർബോണിക് ആസിഡ് ഒരു ആന്റിസെപ്റ്റിക് ലോഷനാണ്. സോഡിയം ബൈകാർബണേറ്റും നമ്മൾ മുറിവൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. വിനെഗർ എന്ന് പറയുന്നത് ഒരു ആന്റിസെപ്റ്റിക് നാച്ചുറൽ ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ തന്നെയാണ് വിനെഗർ. സ്പിരിറ്റ് പോലെ തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്പൂൺ ജസ്റ്റ് സ്പൂൺ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. വെള്ളം എന്തെങ്കിലും കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും സ്പൂൺ അത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണേ. പിന്നെ ടിൻചർ അയഡിൻ എന്ന് പറയുന്നത് ടിൻചറും അയഡിൻ എന്ന് പറയുമ്പോൾ അതില്ലേ കുഴമ്പില്ലേ, നമ്മളിപ്പോ ചതവൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ കുഴമ്പ് യൂസ് ചെയ്യില്ലേ. ഞങ്ങൾക്ക് ഇവിടെ കയ്യമ്മയൊക്കെ ചതവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടൻ ചുക്കാദിയോ അങ്ങനെ മുറിവെണ്ണ അതേപോലത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യില്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന് സ്കൂള് ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്യോ? ഞാൻ ചെയ്യാം മാം. Okay. First aid unit in the school. Schools are expected to keep an adequate number of the first aid kits. The service of a nursing assistant should be made available. The following are essential to be included in the first aid kit. First one, cotton wool, tape, brush, roller bandages, safety pin, triangular bandages, needles, scissors, olive oil, tweezers, boric lint, splinter, salt, carbolic acid, sodium bicarbonate, vinegar, spoon, and a tincture or iodine. അവർ സ്കൂളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോ എന്റെ വീട്ടിലാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ പാരസ്റ്റമോൾ ഉണ്ട്, അതേപോലെ സൈക്ലോബാം ഉണ്ട്, അലർജിയുടെ മെഡിസിൻ ഉണ്ട്. അങ്ങനെ നമ്മളുടെ വീട്ടില് നമുക്ക് ഏതാണോ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണ്ട അല്ലെങ്കിൽ ബോക്സിൽ വേണ്ട മെറ്റീരിയൽസ് അതായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അല്ലേ? ഓരോ ഫാമിലീസിനനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ യൂസ് ചെയ്യുന്നത്. വിക്സ് അതേപോലെ ചില മെറ്റീരിയൽസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുണ്ടാവും. അപ്പൊ നമ്മളത് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. എല്ലാവരും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും വീട്ടില്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഇപ്പോ വെക്കേഷൻ ഒക്കെ വരാണല്ലോ, അപ്പൊ ആ ടൈമില് നിങ്ങൾ എന്തെങ്കിലും ഫസ്റ്റ് ഒരു ബോക്സ് എടുത്ത് ഈ മെറ്റീരിയൽസ് ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. സിസർ ഉണ്ടാവും, കോട്ടൺ ഉണ്ടാവും, ബാൻഡേജ് അല്ലെങ്കിൽ ബറ്റാഡിൻ, മുറിവില് പറ്റുന്ന മെഡിസിൻസോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ പല സ്ഥലത്തായിരിക്കും അല്ലെ, ബോക്സ് ആയിട്ട് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ എല്ലാം ഒരുമിച്ചൊരു ബോക്സ് ആയിട്ട് അറേഞ്ച് ചെയ്ത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ, ഫാമിലിയിൽ എല്ലാവർക്കും അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലേസിലേക്ക് അത് മാറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാവരും റെഡി ആക്കില്ലേ? ഓക്കെ, നല്ലതാണ് അത്. കാരണം പെട്ടെന്ന് എപ്പോഴാണ് ആക്സിഡന്റ് പറ്റുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും ഇന്ന സാധനം ഇന്ന സ്ഥലത്തിരിക്കുന്നു എന്ന്, പക്ഷെ വീട്ടിലെ ബാക്കിയുള്ള മെമ്പേഴ്സിന് അത് ചിലപ്പോൾ അത് അറിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രസ് ചെയ്ത്
സ്വയമേ ഡ്രസ് ചെയ്യാനായിട്ട് വീട്ടിലെ മറ്റുള്ളവർക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് മെയിൻറ്റെയിൻ ചെയ്താൽ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാവരും ഫസ്റ്റ് എയ്ഡ് ബോക്സ് മെയിൻറ്റെയിൻ ചെയ്യാം. ഡ്യൂട്ടീസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ്? കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് ടൈമിൽ കൊടുക്കുക, കറക്റ്റ് ടൈമിൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാം. ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ് നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റില് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമുക്കറിയാം ഇഞ്ചുറീസ് വരാനുള്ള ചാൻസുകൾ ഉണ്ടെന്ന്. ഇപ്പൊ ഒരു കുപ്പിച്ചിലോ അല്ലെങ്കിൽ ചില്ല് കഷ്ണങ്ങളോ അവിടെ വീണിട്ടുണ്ടെങ്കിൽ അതിൽ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചാൻസ് ഉണ്ട്? ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കോസസ് ഓഫ് ഇഞ്ചുറി മാക്സിമം എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. ഇനി ബ്ലീഡിങ്ങോ ഇഞ്ചുറിയോ സംഭവിക്കുകയാണെങ്കിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാം. ഇനി നമ്മൾ പേഷ്യന്റ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുകയാണെങ്കിൽ റെസ്പിറേഷൻ ചെക്ക് ചെയ്യാം. റെസ്പിറേഷൻ ചെക്ക് ചെയ്തിട്ട് റെസ്പിറേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ചെയ്യാം. ഇനി നമ്മൾ ഇഞ്ചുറി തുറന്നിടാൻ പാടില്ല. അറിയാലോ, നമ്മൾ മുറിവ് പറ്റിയ ഭാഗം ഇനി ഓപ്പൺ ആയിട്ട് ഇടാനായിട്ട് പാടില്ല. കാരണം ഇത് കാലുമേ കൂടി ആണെങ്കിൽ പോലും ആ മുറിവിലൂടെ ഏതൊരു അസുഖം നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുമല്ലോ. ഏതൊരു ടെറ്റനസിന്റെ ആൾക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ആ മുറിവിലൂടെ എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുറിവ് ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് അത് കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ്. ടീച്ചേഴ്സ് ആയിപ്പോഴും നമുക്കാണ്. നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ കാല് മുറിഞ്ഞു എന്ന് വിചാരിക്കും, അവരൊരിക്കലും കളിക്കാനായിട്ട് വിടാൻ പാടില്ല. അത് വാഷ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് മെഡിസിൻസ് കാര്യങ്ങളും വെച്ച് അത് ബാൻഡേജ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ്. അതേപോലെ അവരോട് വാൺ ചെയ്യാം, എന്ത് ചെയ്യാം? പുറത്ത് പോയി കളിക്കണ്ട, മുറിവ് ഉണങ്ങിയതിനു ശേഷം മാത്രം കളിക്കാൻ പോയാൽ മതി. കാരണം നമുക്കറിയില്ല മണ്ണിൽ എന്തെല്ലാം ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ് വൈറസ് ആണ് ഉള്ളതെന്നുള്ളത്. അപ്പൊ അതെങ്ങനെയും നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്താണ് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും വരും. അതേപോലെ പേഷ്യന്റിന് നോർമൽ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ചിലപ്പോ ചിലവര് ബോധക്ഷയമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തണുക്കുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ വെള്ളത്തിലെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ കരയിലേക്ക് എടുക്കുന്ന സമയത്ത് ഷിവറിങ് വരും, ഫിക്സ് പോലെയൊക്കെ വരും. അപ്പോ നോർമൽ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് അതാരാ വായിക്കുന്നേ? വായിക്കാം മാം, ഞാൻ ബിൻഷ. To give first aid instantly at the time of need, to contain all the first aid materials, to remove the cause of injury to the patient, to control the bleeding from injury, to check the respiration of the patient and to restart it by artificial methods, to cover the wound of injury, to maintain the temperature of the patient at a normal level. ഓക്കേടാ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ആക്സിഡൻസും അതിന് നമ്മൾ കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. വെൻ ഈസ് ഫസ്റ്റ് എയ്ഡ് ഇസ് നെസസറി ആൻഡ് ഹൗ എന്നാണ് അത് വരുന്നത്. അല്ല, ആദ്യം പറയുന്ന ഫെയിന്റിംഗ് ആണ്. ഫെയിന്റിങ്ങിന്റെ മീനിങ് എന്താണ്? ബോധക്ഷയം, തലകറങ്ങി വീഴുക. ഓക്കെ, ബോധക്ഷയം സംഭവിക്കുമ്പോ എന്താ പ്രശ്നം പറ്റുക? എങ്ങനെയാ ബോധക്ഷയം സംഭവിക്കാന്ന് അറിയാമോ? നമ്മുടെ ഹാർട്ടിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ബ്രെയിനിലേക്ക് പമ്പ് ചെയ്യുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ബോധക്ഷയം സംഭവിക്കുന്നത്. ആർക്കൊക്കെ ബോധക്ഷയം സംഭവിച്ചിട്ടുണ്ട്? എനിക്ക് പറ്റാറുണ്ട് കേട്ടോ. എനിക്ക് ബ്ലഡ് കുറവാണ്. എനിക്ക് BP എനിക്ക് ഇപ്പോഴും ഉണ്ടാകും. BP കുറയുമ്പോ വരും. എനിക്ക് ബ്ലഡ് കുറവാ. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് എനിക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പൊ കണ്ണിൽ ഇട്ട് കയറുന്നത് പോലെ നമുക്ക് തോന്നും അല്ലെ? എങ്ങനെയാ ബോധക്ഷയം സംഭവിക്കുന്നത്? ഷുഗർ ലോ ആവുമ്പോ കണ്ണിലിരുട്ട് വരുന്ന ഓക്കെ, അപ്പൊ ഇങ്ങനെ ബോധക്ഷയം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ബോധക്ഷയം സംഭവിച്ച് നമ്മൾ കുറച്ച് നിമിഷത്തിനുള്ളിൽ എന്താവും? കോൺഷ്യസ് ആവും. പക്ഷെ ഇത് എപ്പോഴാണ് കുറച്ച് സീരിയസ് ആവുന്നതെന്ന് അറിയാവോ? ഈ ബോധക്ഷയം സംഭവിക്കുമ്പോ പെയിനും ഇഞ്ചുറീസും വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ചില മുകളിൽ നിൽക്കുകയാണെങ്കിൽ താഴത്തേക്ക് വീഴുമ്പോ ആ ഭാഗത്തിൽ നമുക്ക് മുറിവ് സംഭവിക്കും. തല ചെഞ്ചടിക്കോ അങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്.
അങ്ങനെ നമുക്ക് ആ ഒരു എന്താ പറയാ അങ്ങനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ബോധക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖം വെള്ളറി വെളുക്കും അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കുറയും. ഇങ്ങനെ നമ്മളൊരാള് ബോധക്ഷയം സംഭവിച്ചെന്ന് വിചാരിക്കുക. നമ്മള് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മള് അസംബ്ലിക്കൊക്കെ നിൽക്കുന്ന സമയത്ത് 1-2 കുട്ടി എന്തായാലും ബോധക്ഷയം സംഭവിച്ചിട്ടുണ്ട്, ഫെയിൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ കുട്ടികളെല്ലാവരും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടൊക്കെ വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് മിക്കപ്പോഴും ബോധക്ഷയം സംഭവിക്കുന്നത്, കുട്ടികൾ ഫെയിൽ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ബസ്സുകളിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി പോയി ആ കുട്ടിയെ നോക്കും അല്ലെ? ആ കുട്ടിക്ക് ചുറ്റും നിൽക്കും, അങ്ങനെയല്ലേ? പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ആ വ്യക്തിക്ക് ഫ്രഷ് എയർ കിട്ടണം. നമ്മളിങ്ങനെ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. എല്ലാവരെയും മാറ്റിയിട്ട് അവര് ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ കുട്ടീനെ കടത്താം. പിന്നെ കുറച്ച് തണുത്ത വെള്ളം മുഖത്ത് എന്ത് ചെയ്യാം, സ്പ്രിങ്കിൾ ചെയ്യാം, തെളിക്കാം. പിന്നെ കുട്ടീനെ കടത്തുമ്പോൾ അല്ലെങ്കിൽ പേഷ്യന്റിനെ കടത്തുന്ന സമയത്ത് പാദങ്ങൾ തലയേക്കാൾ ഉയർത്തി കടത്താനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെയാണ് പാദങ്ങൾ തലയേക്കാൾ ഉയർത്തി കടത്തണം. ഓക്കെ. പിന്നെ ക്ലോത്ത് ഷുഡ് ബി ലൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള യൂണിഫോം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ആ ക്ലോത്ത് ഒന്ന് ജസ്റ്റ് ആ ടൈയോ അല്ലെങ്കിൽ ആ ബെൽറ്റോ കാര്യങ്ങളൊക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കുകയാണെങ്കിൽ ആൾക്ക് പ്രോപ്പർ ആയിട്ട് ബ്രീത്ത് ചെയ്യാനൊക്കെ പറ്റും അല്ലെ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോ എപ്പോഴാണ് ഒരു പേഴ്സൺ ഫെയിന്റ് ചെയ്യുന്നത്? ആ വ്യക്തിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് എത്താതെ വരുമ്പോഴാണ് ഫെയിന്റിങ് സംഭവിക്കുന്നത്. ഫെയിന്റിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും അല്ലെങ്കിൽ ബോധക്ഷയം നമ്മൾ അത്യാവശ്യം പ്രശ്നമൊന്നുമില്ല, കുറച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കോൺഷ്യസിലേക്ക് വരും. പക്ഷെ ആ സമയത്ത് ബോധക്ഷയം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഇഞ്ചുറീസും പെയിനും വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ മുകളിൽ നിൽക്കുകയാണെങ്കിൽ താഴത്തേക്ക് വീഴുമ്പോൾ തല ചെന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ബോധക്ഷയം സംഭവിക്കുകയാണ് അല്ലെങ്കിൽ ഫെയിന്റ് ചെയ്യാണെന്ന് നമുക്ക് കുറച്ച് നേരത്തെ മുമ്പ് അറിയാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇരിക്കാം. അവിടെയാണോ നിൽക്കുന്നത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ചെന്നിട്ട് നമ്മളൊന്ന് ഇരിക്കാം. അവിടെ എപ്പോഴാണ് ബോധക്ഷയം സംഭവിക്കുന്നത് വെച്ചാലും അവിടെ ഇരിക്കാൻ നോക്കാം. ഇരുന്ന് കഴിഞ്ഞ് വീഴുന്നത് അത്ര വലിയ റിസ്ക് ഇല്ല അല്ലെ? അത്രയും മുകളിൽ നിന്ന് വീഴുന്നതിന് അത്രയും നമുക്ക് ഇഞ്ചുറീസും കാര്യങ്ങളും ഒരാൾ ഇരുന്നിട്ട് വീഴുമ്പോൾ അത്രയും വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ മാക്സിമം ഇരിക്കാൻ നോക്കാം. പിന്നെ ബോധക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യേണ്ടത് ഫ്രഷ് എയർ ആ പേഷ്യന്റിന് കിട്ടുന്ന രീതിയിൽ ബാക്കിയുള്ളവരെല്ലാവരെയും മാറ്റാം. തണുത്ത വെള്ളം മുഖത്ത് തെളിക്കാം. ക്ലോത്തും കാര്യങ്ങളും കുറച്ച് ലൂസ് ആക്കാം. ഇനി പേഷ്യന്റിനെ കടത്തുന്ന സമയത്ത് പാദങ്ങൾ തലയേക്കാൾ ഉയർത്തി കിടത്താനായിട്ട് ശ്രമിക്കണം. ഓക്കെ. ആരാ പെയിന്റിംഗ് വായിക്കുന്നേ? ഋഷിത. Yes, ma'am. ഓക്കെ, വായിച്ചോടാം. When the brain does not get enough blood and the heart does not function properly, a person may faint. Sometimes severe pain or injury can also be cause for fainting. The face will become paling. The speed of breathing will be decreased. Treatment: people should be given fresh air. Cold water should be sprinkled on the face. Patients should be made to lie with feet raised higher than the head. Clothes should be loose. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മള് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ബ്ലീഡിങ് സംഭവിക്കാറ് നമുക്ക് എപ്പോഴായാലും കിച്ചണിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ മുറിവുകളൊക്കെ സംഭവിക്കാറുണ്ട് അല്ലെ? നമ്മുടെ കാപ്പിലറി ആർട്ടറി വെയിനില് എന്തെങ്കിലും ചെറിയ കട്ട് വരുമ്പോഴോ ഇഞ്ചുറി വരുമ്പോഴാണ് നമുക്ക് ബ്ലീഡിങ് സംഭവിക്കുന്നത്. സപ്പോസ് എന്റെ ഇവിടെയായിട്ട് മുറിവ് സംഭവിച്ചു വിചാരിക്കും. ഇവിടെയായിട്ട് മുറിവ് സംഭവിച്ചു, വെയിനൊക്കെ ഉണ്ട്, വേണ്ട, ഈ കൈന്റെ ഇവിടെ മുറിവ് സംഭവിച്ചു വിചാരിക്കും. ഞാൻ ഇതിങ്ങനെ താഴ്ത്തിയിടാണെങ്കിൽ ബ്ലീഡിങ് സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ് അല്ലെ? ബ്ലീഡിങ് ആവില്ല, ഇങ്ങനെ കുറെ ബ്ലഡ് ഇങ്ങനെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്കൊരു ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഉയർത്തി പിടിക്കാൻ ശ്രമിക്കാം. കൈ എന്ത് ചെയ്യാം? ഉയർത്തി പിടിക്കാം. കാരണം ബ്ലീഡിങ് കുറവായിരിക്കും. ഒറിജിനൽ പൊസിഷനിൽ നിന്നും ഉയർത്തി പിടിക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് ബ്ലീഡിങ് കുറവായിരിക്കും.
ഇങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇടാണെങ്കിൽ ഒരുപാട് ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഉയർത്തിപ്പിടിക്കാം. ഇനി നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്ത് റീഅഡ്ജസ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ വാഷ് ചെയ്യാം. ഇനി പിഞ്ച് ബെറ്റാഡിനോ അയോഡിനോ കാര്യങ്ങളോ അപ്ലൈ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യാം, ബാൻഡേജ് ചെയ്യാം. ടൈറ്റ്ലി അത് ബാൻഡേജ് ചെയ്ത് വെക്കാം. ചെറിയ മുറിവാണെങ്കിൽ. ഒത്തിരി വലിയ മുറിവാണ്, ബ്ലീഡിങ് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഇൻജേർഡ് പാർട്ട് ഉയർത്തിപ്പിടിക്കുക, കോൾഡ് വാട്ടർ യൂസ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്യാം. എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, ബ്ലീഡിങ് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു കോട്ടൺ കവർ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടത്. കാരണം ചിലപ്പോൾ സ്റ്റിച്ച് ഇട്ടുണ്ടെങ്കിൽ കേസ് വരും അല്ലെ, ഒത്തിരി ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ചൊക്കെ എന്താ വരും. നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് പ്രോപ്പർ ആയിട്ട് എടുക്കാണ് വേണ്ടത്. അപ്പൊ കുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ചെറിയ ചെറിയ ആക്സിഡൻസും ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മളത് കുറച്ച് കെയർഫുൾ ആയിരിക്കണം കുട്ടികളുടെ കാര്യത്തിൽ. ആരാ ബ്ലീഡിങ് വായിക്കുന്നേ? ബ്ലീഡിങ് ആരാ വായിക്കുന്നേ? വായിച്ചോളൂ. When there is some injury or cut in the capillary artery or vein, there will be bleeding. Treatment: the injured part should be up above its original position. Skin should be readjusted and washed with cold water. Third, tin cut. എന്താ മാം? Tincture or എന്താ മാം? Iodine should be applied and bandaged rightly. ഓക്കെ കേട്ടോ. അപ്പോ നിങ്ങൾ എല്ലാവരും ഫെയിന്റിങ്ങും ബ്ലീഡിങ്ങും വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സൈൻ ഔട്ട് ആരാ പറയുന്നേ? സോറി ടൈം ആയിട്ടില്ല അല്ലേ? ഓക്കെ സോറി. ഞാൻ പെട്ടെന്ന് 28 കണ്ട പോലെ തോന്നി. 11:28 കണ്ട പോലെ തോന്നി. സോറി. ഞാൻ ചെയ്തിട്ട് മിസ് ചോദിച്ചില്ല. ഞാൻ കാണിക്കട്ടെ മിസ്സിനെ? ചോദ്യം കാണിച്ചോടാം. കാണാൻ പറ്റുന്നുണ്ടോ മിസ്സിനെ? കുറച്ച് കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ കാണാം. സാൻഡ് പേപ്പറിലാണ് മിസ് ചെയ്തത്. ഓക്കെ, വലുതാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മിസ്. അത് വരച്ചിട്ടാണ് അവിടെ കട്ട് ചെയ്തേ? ഓക്കെ. അപ്പോ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും ചെയ്യാത്തവര് നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. നമ്പേഴ്സ് ഇനിയിപ്പോ സ്മോൾ ലെറ്റർ നമ്പേഴ്സ് ആണ് തോന്നുന്നുണ്ട് അല്ലെ 19th അല്ലെ? സ്മോൾ ലെറ്റർ നമ്പേഴ്സ് അത് മാക്സിമം സാൻഡ് പേപ്പറിൽ തന്നെ ചെയ്യാൻ നോക്കാം. പ്രിന്റ് എടുത്ത് കട്ട് ചെയ്യോ അല്ലെങ്കിൽ വരച്ചിട്ട് അതിന് മുകളിലൂടെ കട്ട് ചെയ്യോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ. കഴിഞ്ഞ യൂണിറ്റിന്റെ മോക്ക് ടെസ്റ്റ് ഒന്നും ഇല്ലേ മാം? മോക്ക് ടെസ്റ്റ് വന്നിട്ടില്ലല്ലോ? വന്നില്ലേ? ഇല്ല. 1 minute കേട്ടോ. മോക്ക് ടെസ്റ്റ് ഞാൻ ഇപ്പൊ ഇടാവേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഇടുമെന്ന്? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ. വേറെ മോക്ക് ടെസ്റ്റ് ഏതെങ്കിലും കിട്ടിയോ നിങ്ങക്ക്? ഇംഗ്ലീഷ് അത് തന്നെ നടന്നുള്ളൂ. ഏതാണ്? ഇംഗ്ലീഷ്. ഓക്കേടാ. യൂണിറ്റ് 4 അല്ലേ? ഓക്കെ. ഞാൻ ഇപ്പൊ ഇട്ടില്ലെങ്കിൽ മറന്നു പോകുന്നു. അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. കാരണം ടൈപ്പ് ചെയ്ത് മാനുവലി ടൈപ്പ് ചെയ്താണല്ലോ അയക്കുന്നത്. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്നേക്ക് ബൈറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അടുത്ത
സിറ്റുവേഷൻ സ്നേക്ക് ബൈറ്റിംഗ് ആണ്, ബൈറ്റ് ആണ്. ചില ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? അതിനോട്ടിനായിട്ട് മിന്നിന്റെ മോളെ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് മിസ് ആൻഡ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നത് അപർണ. അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റിനെ പറ്റി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതിനെ പറ്റിയായിരുന്നു മിസ്സിന് സംസാരിച്ചത്. എല്ലാവർക്കും വളരെ പ്രയോജനകരമായി തോന്നുന്നു. സോ നല്ലൊരു ക്ലാസ് എടുത്തു തന്ന മിസ്സിനോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു മിസ്. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you. താങ്ക് യു മാം.